ഹലോ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊക്കോ എന്നറിയപ്പെടുന്ന കൊക്കോക്കോ കൃഷിയെ പറ്റിയാണ്. കൊക്കോ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം, കൊക്കോക്കോ കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ, കൊക്കോ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അന്നേരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്താൻ മറക്കരുത്. ആദ്യമേ നമുക്ക് കൊക്കോക്കോ കൃഷിയെ പറ്റി നമുക്ക് നോക്കാം. എങ്ങനെ കൃഷി ചെയ്താൽ നമുക്ക് കൂടുതൽ വിളവെടുക്കാം. കൊക്കോ കൃഷി ചെയ്യാനെ കൊണ്ട് നമ്മൾ സൂര്യപ്രകാശവും സമൃദ്ധമായ മണ്ണും ഉള്ള സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനെ കൊണ്ട്. നേഴ്സറിയിൽ നിന്ന് നല്ല തൈ മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊക്കോക്കോ പഴത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കുരു പാകി നമുക്ക് നല്ല തൈ മുളപ്പിച്ചെടുക്കാനും പറ്റും. ഇതിലേത് വേണമെന്നുള്ളത് അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം. നേഴ്സറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അരി പാകി കിളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൊക്കോക്കോ തൈ നടാനെ കൊണ്ട് നമുക്ക് 1 മുതൽ 1.5 അടി വരെ നമുക്ക് കുഴി ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ തൈ നടുന്ന സമയത്ത് നമ്മൾ ജൈവവളം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം, അതാണ് കൊക്കോക്കോ കൃഷി. തൈ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജൈവവളങ്ങളും രാസവളങ്ങളും ആവശ്യത്തിന് ഉപയോഗിക്കാം. മറ്റ് ചെടികൾ നട്ട് വളർത്തുന്നതിനോട് അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് കൊക്കോക്കോ വളർത്തിയെടുക്കാനെ കൊണ്ട്. തൈ നട്ട് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊക്കോക്കോയുടെ വിളവെടുപ്പ് തുടങ്ങാം. ശരിയായ രീതിയിൽ ജൈവവളങ്ങളും ശരിയായ ജലസേചനവും നൽകുകയാണെങ്കിൽ നമുക്ക് മികച്ച വിളവ് തന്നെ ലഭിക്കും. ഒന്നിൽ കൂടുതൽ തൈ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിനിമം 2 മീറ്ററെങ്കിലും സ്പേസിങ് കൊടുത്ത് വേണം തൈ നടാനെ കൊണ്ട്. മറ്റ് ഫ്രൂട്ട്സിൻ്റെ കൂട്ട് കിളികളുടെ ശല്യം പൊതുവേ കുറവായിരിക്കും, പക്ഷെങ്കിൽ മരപ്പട്ടിയുടെ ശല്യം കൂടുതലായിരിക്കും. നല്ല രീതിയിൽ പഴുത്ത കൊക്കോക്കോയുടെ അരികളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. കൊക്കോയുടെ തൈകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമല്ല. അന്നേരം ഇതൊക്കെയാണ് കൊക്കോക്കോ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് കൊക്കോ മരം. ഇനി നമുക്ക് കൊക്കോ കൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കൊക്കോ കൊണ്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. കൊക്കോ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പ്രധാനമായിട്ടും കൊക്കോ കൊണ്ടുണ്ടാക്കുന്നത് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ, അതുപോലെ തന്നെ ത്വക്ക് സംരക്ഷണ ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ കേക്ക്, പിന്നെ ബിസ്ക്കറ്റ്, ഐസ്ക്രീം, മിഠായി, ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസാണ് കൊക്കോ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മിക്ക സ്ഥലത്തും ഇപ്പം കൊക്കോ കാണാറുണ്ട്, പക്ഷേങ്കിൽ കൊക്കോ കൃഷിയായിട്ട് കാണാനെ കൊണ്ട് ചുരുക്കമാണ്. എന്നാൽ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു വരുമാന മാർഗം കൂടിയാണ് കൊക്കോ കൃഷി. ഞങ്ങളുടെ നാട്ടിലും മിക്ക വീടുകളിലും ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറേശ്ശെ കൊക്കയുണ്ട്. എൻ്റെ വീട്ടിലും ഇപ്പോൾ ഒരു 3 മൂട് കൊക്കയുണ്ട്. എല്ലാം നല്ല രീതിക്ക് കായ്ക്കുന്നതാണ്. മറ്റു ഫ്രൂട്ട്സിൻ്റെ കൂട്ട് ഉദാഹരണം മാംഗൂസിയും റംബൂട്ടാനൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ആൾക്കാർ വന്നിട്ട് മൊത്തത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവർ പറിച്ചുകൊണ്ട് പോകും. നമുക്ക് വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെങ്കിൽ കൊക്കോ പറിക്കാനെ കൊണ്ട് ഇതുവരെ അങ്ങനെ ആൾക്കാർ വന്നിട്ടില്ല. പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ളത് അവത്തെ തന്നെ ഇന്ന് ഒന്നേ പേടായി പോവും, അല്ലെങ്കിൽ പൊഴിഞ്ഞു പോവും, അല്ലെങ്കിൽ മരപ്പൊട്ടി വന്ന് കഴിക്കും. മറ്റു ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് കൊക്കോയ്ക്ക് നമ്മുടെ നാട്ടിൽ തീരെ മാർക്കറ്റ് കുറവാണ്. കൊക്കോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ മിനറലുകളും ലഭിക്കുന്നു. അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കൊക്കോക്കോ കൃഷിയെ പറ്റിയും അതുപോലെ തന്നെ കൊക്കോക്കോ കഴിച്ചുള്ള ഗുണങ്ങളും പിന്നെ കൊക്കോക്കോ കൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അന്നേരം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.